സഭയിൽ പി.സി. വിശ്വനാഥിനെ അഭിനന്ദിച്ച് എം.പി. രാജേഷ്. മയക്കുമരുന്നിനെതിരെ ഒരേ സ്വരത്തിൽ സഭ. ലഹരി വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ അഭിനന്ദിച്ച് മന്ത്രി എം.പി. രാജേഷ്. പി.സി. വിശ്വനാഥാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വളരെ ഹൃദയസ്പർശിയായി അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രമേയ അവതാരകൻ അവതരിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ അവതരണത്തെ അഭിനന്ദിക്കുന്നുവെന്നും എം.പി. രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തോട് യോജിക്കുന്നില്ലെങ്കിലും ഗൗരവമുള്ള സാമൂഹിക വിപത്തിനെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് സഭ ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു. പി.സി. വിശ്വനാഥ് കാര്യഗൗരവത്തോടെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അവതരണത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമല്ല ഉണ്ടായത്, പ്രശ്നത്തിന്റെ ഗൗരവം തന്നെയാണെന്നും രാജേഷ് പറഞ്ഞു. മറ്റംഗങ്ങൾ പലരും ഇക്കാര്യത്തിൽ ഗൗരവമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു. അവസാനം പ്രതിപക്ഷ നേതാവിന്റെ സംസാരത്തിൽ ചില രാഷ്ട്രീയ മുനകൾ ഉണ്ടായെങ്കിലും അത് ഈ വിഷയത്തിൽ പ്രശ്നമാക്കുന്നില്ലെന്നും രാജേഷ് പറഞ്ഞു. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഇതെന്ന് രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ വ്യാപനമുണ്ടെന്നത് വസ്തുതയാണ്. ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് വരുന്നത് പുറത്തു നിന്നാണ്. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ല, വ്യാപനം കൂടിയിട്ടുണ്ട് എന്നത് വസ്തുതയാണെന്ന് രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ എക്സൈസിനെ ഇനിയും ശാക്തീകരിക്കണം. അതിനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ചെക്ക് പോസ്റ്റ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി CCTV ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോറൻസിക് സോഫ്റ്റ്വെയർ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ജില്ലകളിൽ ലഹരി ആക്രമണ വാർത്തകൾ സഭയിൽ ഉയർത്തിയായിരുന്നു പി.സി. വിശ്വനാഥിന്റെ അവതരണം. കോഴിക്കോട് മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സിനിമാ കഥയല്ല. ലഹരി സ്വന്തം മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഗ്രാമങ്ങളിൽ ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുന്നുവെന്നും വിശ്വനാഥ് പറഞ്ഞു.